ട്രെയിൻ തട്ടി മരിച്ചിട്ട് ഇറങ്ങും. കുറേ ആൾക്കാർ വൈത്താലൊക്കെ നടന്നു. ഞാൻ അങ്ങനെ ഒറ്റിക്കോളാം അങ്ങനെ ഒറ്റിക്കോളാം ഇജ്ജ് പോരി മക്കളവിടെ ഇങ്ങോട്ടേന്നും പറഞ്ഞു. ഞാൻ എൻ്റെ മക്കളെ വെച്ച് ഞാൻ വരൂലാന്ന്. അസ്സലാമു അലൈക്കും താത്ത. വലൈക്കും അസ്സലാം. നിങ്ങളെ പേരെന്താണ്? ജമീല. ജമീലാന്നാ. നിങ്ങളിവിടെ എത്ര കാലം ഇങ്ങനെ ഇരിക്കൽ കൊടുത്തിട്ട്? ഒറ്റ കാലമായിട്ടുള്ളൂ. അടുത്താണ് വന്നിരിക്കണത്. കുറച്ച് കാലം പറഞ്ഞാൽ ഒറ്റ കാലം എന്നൊരു 10-15 കൊല്ലത്തോളമായിട്ടുണ്ട്. 15 കൊല്ലമായിക്കണല്ലേ? ഇവിടെ വരൽ തുടങ്ങി. അത് ശരി. പോയി നയിക്കാൻ പോയി. നല്ല പണിയെടുത്തിന. നല്ല പണിയെടുത്തിരുന്നോ? ഈ കാലിനൊരു അസുഖം വന്നു. എന്തേ കാലിന്? കാലിനൊരു വാദത്തിന്റെ പോലെ കുഴച്ചല് തളർച്ച ഉണ്ടായിരുന്നു. ആ തളർച്ചക്കും വേണ്ടി കുറെ നടന്നു. കാലിനൊരു മുറി ഉണ്ടായിട്ട് പഴിച്ചിട്ട് ഉണങ്ങാതെ ഒരുപാട് ഹോസ്പിറ്റലുകളിൽ തേച്ച് നടന്നു. അത് മാറിയപ്പോ പിന്നെ തീരെ ഇങ്ങനെ പൊടി നടക്കാനും സാധനങ്ങൾ കൊടുത്തിരിക്കാനും വയ്യാതായി. പിന്നെ ഈ ശ്വാസം തിന്നലിന് ഒരുപാട് കാലമായിട്ട് ഭയങ്കര ശ്വാസം തിന്നലാണ്. ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റി രണ്ടിൽ എത്തിക്കണ പോലെ തോന്നും. അപ്പൊ അത് ടെസ്റ്റ് ചെയ്ത് കഴിക്കുമ്പോൾ തൊണ്ടയിലൂടെ തൈറോയ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞു. തൈറോയ്ഡ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഗുളികയും മരുന്നൊക്കെ അതും കഴിക്കുന്നുണ്ട്. രണ്ട് കാലിനും കഴിച്ചിട്ട് ശക്തിയില്ല, ആവതില്ല. അത് ആദ്യമൊക്കെ കണ്ടാൽ നല്ലോണം നയിച്ച് ജീവിച്ചിരുന്നു. എവിടെയും കയ്യാട്ടാനും വെക്കാനും കുളിക്കാനും പോയത്. നിങ്ങളിവിടെ എവിടെയാണ് നിങ്ങളുടെ സ്ഥലം? എൻ്റെ സ്ഥലം പരപ്പനങ്ങാടിയാണ്. പരപ്പനങ്ങാടി എവിടെയാണ്? ആവിരി ബീച്ചിൽ സദ്ദാം ബീച്ച് വഴിയ പ്രകാശ് സിനിമാളിൻ്റെ അതിലെ അപ്പുറത്തെ ഏരിയ. അവിടെ വീടുണ്ടോ? വീടുണ്ട്. വലിയ വീടാണ്. നല്ലൊരു ചെറിയ ഷെഡ് വീടുണ്ട്. അതിലാണ് കിടക്കല്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് എനിക്ക് 2 മക്കളുണ്ട്. ഈ 2 മക്കളിൽ ഒരു മൂത്ത മോനിക്ക് അങ്ങനെ ഉമ്മാന്റെ ചിന്തഗതികളൊന്നും ഇല്ല. ചെറിയ മോനാണ് പിന്നെ എന്നെ നോക്കുന്നതും ആ വീട്ടിൽ നിൽക്കുന്നതും ഭക്ഷണങ്ങൾ തരുന്നു. സുഖമില്ലാതെ 2 കുട്ടികളാണ്. ആൺകുട്ടികളാണ്. അതിൽ 2 ആൾക്കാർ. ഒരാൾക്ക് ഒരു പെൺകുട്ടിയുണ്ട്, ഒരാൾക്ക് ഒരു പെൺകുട്ടി. 4 പെൺകുട്ടി 5 പേരെ കുട്ടികൾ ഇതിൽ 2ലും പാടെ ഉള്ളത്. 5 പേരെ കുട്ടികളുണ്ട്. അപ്പോൾ 2 മക്കൾ ഒരാൾ നിങ്ങളെ നോക്കണുള്ളൂ. ഭർത്താവ് ട്രെയിൻ തട്ടി മരിച്ചിട്ട് ഇറങ്ങുന്നിടത്തുണ്ട്. ചെറുമംഗലം ഗേറ്റിൻ്റെ അവിടെ. എത്ര കാലമായി? അത് പിന്നെ 10-30 കൊല്ലത്തോളമായി. മക്കളൊക്കെ കുറെ വലുപ്പം വെച്ചില്ല. കുറെ 10-30 കൊല്ലമായി മരിച്ചിട്ട്. പിന്നെ വേറെ ഭർത്താക്കന്മാരെ സ്നേഹിക്കാനും കല്യാണം കഴിക്കാനും ഇതൊന്നുമില്ല. നമ്മൾ നോക്കില്ല. കുറേ ആൾക്കാർ വൈത്താലൊക്കെ നടന്നു. ഞാൻ അങ്ങനെ ഒറ്റിക്കോളാം അങ്ങനെ ഒറ്റിക്കോളാം ഇജ്ജ് പോരി മക്കളവിടെ ഇങ്ങോട്ടേന്നും പറഞ്ഞു. ഞാൻ എൻ്റെ മക്കളെ വെച്ച് ഞാൻ വരൂലാന്ന്. ഒരാൾ എനിക്ക് വിശ്വാസമില്ലാത്ത പോലെ മനസ്സിൽ ബേജാറ്. എന്താ ഞാനിങ്ങനെ ആരെങ്കിലും കൂട്ടി പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കളാരും നോക്കും. പാവല്ലേ പഠിച്ചോനെ പൈത മക്കളൊക്കെ വേണ്ടി തന്നെ ജീവിച്ചിട്ടുള്ളൂ. മയ്യമ്മൻ്റെ 4 സെന്റ് ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ. ആ 4 സെന്റ് ഞാൻ അവർക്ക് കൊടുത്തു. മൂത്ത മോനിക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ 4 സെന്റിൻ്റെ ചെറിയ മോനിക്കുള്ളതാണ്. കാരണം ഞാൻ എൻ്റെ മോൻ അവരല്ലേ അങ്ങനെ നോക്കുന്ന ആള് നോക്കണവരാരാച്ചാൽ അവർക്ക് കൊടുക്കുക മക്കൾക്ക്. വീടുണ്ടോ? വീടില്ല. ഒരു ചെറിയ ഓടിട്ട് കവുങ്ങിൻ്റെ ഇട്ടിട്ട് ഒരു ഓടിട്ട് വെച്ചിട്ടുണ്ട്. സീറ്റൊക്കെ ഇട്ട് പൊളിഞ്ഞ് കെട്ടിയ ഒരു വീടാണ്. അതിൽ വെള്ളമില്ല കേട്ടോ. വെള്ളം കുടിക്കാൻ വെള്ളമില്ല. എനിക്ക് കുളിക്കാനും നിസ്കരിക്കാനും കുളിക്കാനൊക്കെ പല പല വീടുകളിലാണ്. അവിടെ കിടക്കൽ. ഇപ്പം അവിടെ കിടക്കൽ കുറച്ച് ദിവസമായിട്ട് മഴ തുടങ്ങിയത് കേട്ടോ. അത് തലേക്ക് വീടും കിടക്കരുതെന്നൊക്കെ അവിടെ ഒരു പറഞ്ഞിട്ട് അതിനുള്ളിൽ കിടക്കലില്ല. മോൻ്റെ അടുത്ത് തന്നെ പോയി കൊടുക്കും. അവിടെ മോൻ്റെ ഭാര്യ വീട്ടുകാരാണ് അവർക്ക് ആ വീട് സ്ഥലം വാങ്ങിക്കൊടുത്തത്. അപ്പം നമ്മൾ നിൽക്കുന്നതിനും ഒരു പരിധിയുണ്ട്. നമ്മളെ നോക്കണേനും ഒരു പരിധിയുണ്ട് അല്ലേ ആരായാലും. അപ്പൊ അതുകൊണ്ട് ആണുങ്ങളിവിടെ വന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണെന്നാണ്. വീട്ടിൽ അവിടെ നിന്നാൽ നേരത്തിന് ഭക്ഷണം കഴിക്കാൻ കിട്ടില്ല. എനിക്ക് വേണ്ടപ്പോൾ ഒറ്റ വെള്ളം കിട്ടണമെങ്കിൽ ഞാൻ ഇവിടെ വന്ന് എനിക്ക് ആരെങ്കിലും ആയിട്ട് മേടിച്ചും തരും. എനിക്ക് 10 റുപ്യേൻ്റെ പൈസയും കിട്ടുമെങ്കിൽ എനിക്ക് ചോപ്പും 2 ഗുളികയും മരുന്നൊക്കെ മേടിക്കാൻ. എനിക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് പോയിരുന്നു. ചെമ്മാട് ഹോസ്പിറ്റലിൽ നിന്നാണ് എന്നെ മെഡിക്കൽ കോളേജിൽ പെട്ടെന്ന് എത്തിച്ചതാണ്. അതിൽ ഞാൻ അള്ളാൻ്റെ ഭാഗ്യത്തോടുകൂടി ഞാൻ വേറൊരു കാര്യമാണ്. അത് കാരണമാണ് പിന്നെ ഒരു ഭക്ഷണം കഴിക്കാൻ വയ്യാതെയായി. ഹാർട്ട് അറ്റാക്കിൻ്റെ ഗുളിക ഭയങ്കര വിലയുള്ള മരുന്നാണ്. അത് എനിക്ക് ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചും തരും. പോരാത്ത ഞാൻ തന്നെ ആരോടൊന്നും പറഞ്ഞിട്ട് എനിക്ക് മേടിച്ച് തരും. അല്ല ഇതിൻ്റെ അകത്ത് ക്ലാസ് ഉണ്ടാകുന്ന സമയങ്ങളിലൊക്കെ ഞാൻ 1.5 മക്കളെ എനിക്കൊരു ചെറിയൊരു കൂരായി കിട്ടിയാൽ മതി. ഞങ്ങൾക്ക് ഇവിടെ വന്ന് കൈയാട്ടിയിരിക്കാനോ ഇങ്ങനെ തൊഴിൽ നടന്ന് ജീവിക്കാനുള്ള ആഗ്രഹമില്ല. എന്തെങ്കിലും ഒരു 10 റുപ്യേൻ്റെ പൈസ സഹായിയായിട്ട് കിട്ടിയാൽ ഞാൻ വീട്ടിലിരുന്ന 5 വക്ത് നിസ്കരിച്ചിട്ട് വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല. ആരാൻ്റെ വീടുകളിൽ പോയിട്ടാണ് എല്ലാ കാര്യങ്ങളും ഞാൻ സഹായിക്കുന്നത്. രാവിലെ പുലർച്ചക്ക് എണീറ്റാൽ വാങ്ങ് കൊടുക്കുമ്പോൾ വെള്ളം ഉണ്ടാവില്ല, ഒന്നെടുക്കാൻ വെള്ളം ഉണ്ടാവില്ല.
കുടിക്കാൻ വെള്ളമില്ല. ആരെങ്കിലും ഇവിടെ മുനിസിപ്പാലിറ്റി പൈപ്പിൽ എപ്പോഴെങ്കിലാണ് ഒന്നരാടം കൂടുമ്പോൾ വെള്ളം വരിക. ആ വെള്ളം കൊണ്ടുപോയി വെക്കലാണ്. കുടിക്കാനും 3 ദിവസത്തിന് 5 ദിവസത്തിന് ആ വെള്ളം കുടിക്കാനുണ്ടാവുക. അവിടെ കെടുക്കാനുള്ള സ്ഥലത്ത് എന്താണ് ഓടൊക്കെ പൊട്ടി കവുങ്ങൊക്കെ പൊട്ടി തവന്നിട്ട് എടുക്കാൻ കഴിയുന്നില്ല. വെള്ളം ഇങ്ങനെ കുത്തനെ വരും. വെള്ളം മേലെ നിന്ന് ഇങ്ങനെ കുത്തനെ വരും. പിന്നെ എനിക്ക് നയിക്കാൻ വെച്ചിന് ആളായിരുന്നു. നിങ്ങളൊക്കെ വരെ എനിക്ക് നോക്കാൻ സാധിക്കുമായിരുന്നു. നയിച്ചിട്ട് ഞാൻ എല്ലാ വീട്ടിലും പണിക്ക് പോയിട്ടും വാർപ്പിൻ്റെ പണിക്ക് പോയിട്ടും റോഡ് പണിക്ക് പോയിട്ടും എല്ലാ ജോലി ചെയ്ത് ജീവിച്ച ആളാണ് ഞാൻ. ഇപ്പം ഞാൻ ഒരു ജോലിക്കിപ്പോൾ പോകലില്ല. ഞാൻ ഇങ്ങനെ വന്ന് ജീവിക്കുന്ന മരുന്നിൻ്റെ കാര്യം ഗുളികൻ്റെ കാര്യങ്ങൾ വയറ് കഴിയും. നമുക്കൊരു 2 മക്കളുണ്ട്. ഇതിൽ ഒരു മോനെ തന്നെ എന്തെങ്കിലും ചെയ്തു നോക്കൊക്കെ ചെയ്യുള്ളൂ. മൂത്ത മോൻ അങ്ങനെ ഒരു ശ്രദ്ധ ഉള്ള ഒരാളല്ല. അവനും ഇതുപോലെ ഹാർട്ട് അറ്റാക്കിൻ്റെ അസുഖം വന്ന് വിലയിലിരിക്കുകയാണ്. ഇപ്പോൾ പണിക്കൊന്നും പോകലില്ല. മോളെ കല്യാണം ഉണ്ട്. എൻ്റെ മോളെ കെട്ടിക്കാണ്ട് അതിന് കല്യാണക്കാര്യങ്ങൾ പണ്ടും പോയി നിൽക്കണമൊന്നും ശരിയായിട്ടില്ല. ഒക്കെ ശരിയായാൽ നല്ല ജീവിതത്തിൽ എത്തിക്കട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യാണ്. കാരണം നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. വർഷവും കഴിക്കാനോ വർഷവും കഴിക്കാനും കുറേ ഉണ്ട്. അള്ളാഹു തന്നുകൊണ്ട് നമുക്ക് വേറൊന്നുമില്ല മക്കളെ. നിങ്ങളൊക്കെ സഹായം ഉപയോഗിച്ചാണ് നമ്മൾ നിൽക്കുന്നത്. അള്ളാഹു നീ നന്നാക്കാൻ അള്ളാഹു തോപ്പിക്കുന്നത്. പഠിച്ചോനെ എല്ലാവരും മനസ്സിന് വെച്ച് എനിക്ക് നല്ല ചെറിയൊരു ഇരിക്കക്കൂര എത്തിച്ചേരുന്നു. കിട്ടാൻ വീടില്ല. വീടും ഒക്കെ പൊളിഞ്ഞ് കമർന്ന വീട് ഷീറ്റ് കടലാസൊക്കെ ഇട്ട് കെട്ടി വലിച്ച് നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും സഹായിക്കുന്നുണ്ടാറൊക്കെ നിങ്ങൾക്ക് അള്ളാഹു സ്വന്തം തരും. അത്രയ്ക്ക് കഷ്ടപ്പെട്ടേക്കണം. നമ്മൾ ഒരുപാട് ദിവസങ്ങളായിട്ട് അള്ളാഹിനോട് പറഞ്ഞ് കരയാത്ത ദിവസങ്ങളില്ല മക്കളെ. അതുകൊണ്ട് നിങ്ങൾ ഇക്കക്കൂരക്കുള്ള വയ്യാക്കി തരണം. അള്ളാഹുവെ കുടിക്കാൻ വെള്ളമില്ലാത്ത വെള്ളത്തിൻ്റെ കാര്യം വരീകരണങ്ങളൊക്കെ വന്ന് കണ്ടാൽ അത് ചെയ്യാൻ പറ്റും. എല്ലാവരും സ്വീകരിക്കണം. അള്ളാഹു പഠിച്ചോനെ ഞാനിങ്ങനെ ദിവസം മനസ്സിൽ വരണം വിചാരിച്ചാണ് വന്നത്. പഠിച്ചോനെ എനിക്ക് ഈ കിടക്കാൻ സ്ഥലം കഴിഞ്ഞിട്ടാണ് അവിടെ വെടി മക്കളൊക്കെ അവിടെയൊക്കെ പോയി നിൽക്കുന്നത്. അവിടെ മഴ ആയാലും കാറ്റും മഴയത്ത് വീടിൻ്റെ കാലൊക്കെ എഴുതിയിരിക്കണം. എല്ലാം പൊട്ടിയിരിക്കണം. എങ്ങനെങ്കിലും പഠിച്ചോനെ വിചാരിച്ച് അള്ളാഹുവെ എൻ്റെ വീടൊന്ന് ശരിയാക്കി തരാൻ വേണ്ടി ദുആ ചെയ്യാറുണ്ട്. നിങ്ങളും കൂടെ ദുആ ചെയ്ത് സഹായിച്ച് തരികയുണ്ട്. ഈ കുട്ടികളെ ഞാൻ അവിടെ വെച്ച് കണ്ടതാണ്. എന്നെ കണ്ടപ്പോൾ വിഷമം തോന്നി. അവരെന്നോട് ചോദിച്ചതാണ് മക്കളെ നിങ്ങൾ എവിടെയുള്ളതാണ്, ആരാണ്, എന്താ വീട് എന്നൊക്കെ പേരൊക്കെ ചോദിച്ചു. എന്നോട് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ട് നിങ്ങളെ വീട് കാണാൻ വരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടികൾ അവിടെ വന്നാൽ എൻ്റെ വീട് കാണുമ്പോൾ നിങ്ങൾക്കും ആ വീട് കാണാം. വന്നത് ഞാൻ വരും. അപ്പോഴൊക്കെ എല്ലാവരും അങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ സിയാറത്ത് ചെയ്യാൻ മമ്പുറത്തേക്ക് വന്നു കേട്ടോ. അപ്പോൾ ജമീല താത്താനെ കണ്ടത്. ഇതുപോലെ ഒരുപാട് പേരുണ്ട് ഇവിടെ വിഷമിച്ചിട്ട് ഇതുപോലെ വന്നിരിക്കുന്നത്. അഭിമാനത്തോടെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഈ പ്രായമുള്ള അമ്മമാർ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. ഞാനത് ഇതുപോലെ പലവട്ടം വന്നിട്ട് പോക്കുണ്ട്. പക്ഷേ ഈ ഏരിയക്കൊന്നും നമ്മൾ വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ പകൽ ഈ സമയത്തൊന്നും വരലില്ല, വൈകുന്നേരമൊക്കെയാണ് വരല്. അപ്പോൾ വന്നാൽ വേഗം പോവുകയും ചെയ്യും. അപ്പോൾ ഈ സമയത്ത് വന്നപ്പോഴും ഞങ്ങൾക്ക് ഈ ഭാഗത്തൊക്കെ ഒന്ന് വന്നു. അപ്പോഴും ജമീല താത്താനെ കാണുന്നത് പോലെയുള്ള കുറച്ച് ഉമ്മമാരുണ്ട് ഈ ഭാഗത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷമത്തിലാണ്, വളരെ വിഷമത്തിലാണ്. ഇവരെ സ്റ്റോറി ചോദിച്ചപ്പോൾ അപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പറ്റാവുന്ന അത്ര എല്ലാവരും അവനവൻ്റെ അടുത്ത് 10 രൂപയാണ് 10 രൂപ, 5 രൂപയാണ് 5 രൂപ ഇവരെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുക. ഇവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തീരുക. എല്ലാവരെയും ഒന്നിച്ച് സഹായിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സഹായം ഇവർക്ക് ചെയ്തു കൊടുക്കുക. അപ്പോൾ ഇവരെ അവസ്ഥ അത്രയും പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവരെ വീടും സ്ഥലവും നമ്മൾ കണ്ടിട്ടില്ല. അതിന് നമ്മൾ ഒരു ദിവസം ഇവരെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ടതാണ്. അപ്പോൾ അവർ നമുക്ക് അഡ്രസ്സൊക്കെ തന്നിട്ടുണ്ട്. ഇവരെ മഹലുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ കൂടുതൽ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. പഠിച്ചവന് മുറാദിനല്ലാഹു രാജപ്പെടുത്തട്ടെ തമ്പുരാനെ. ഞാൻ വ്യാഴ്ച അപ്പം ഞാൻ ചെമ്പറ അവിടെ പോയി.